കയ്യിൽ കിടക്കുന്ന മോതിരം ഒന്ന് പണയം വെക്കാമോ ശ്രുതി? അച്ഛൻ്റെ ഗുളിക തീർന്നു, കുഞ്ഞൂട്ടൻ്റെ ഫീസ് കൊടുക്കണം, പിന്നെ അവിടെ ഒന്നുമില്ല. ചായപ്പൊടി മുതലങ്ങോട്ട് എല്ലാം വാങ്ങണം. അച്ഛൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 3-4 മാസമായില്ലേ? മടിച്ച് അജിത പറഞ്ഞു. അമ്മ ഇതൊക്കെ ഇനി എന്നോട് പറയണമെന്നില്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായല്ലോ. കഴുകിക്കൊണ്ടിരുന്ന പാത്രം യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതിനി പണയം വെക്കാനൊന്നും നിൽക്കണ്ടെന്നേ. പണയം വെച്ചാലും നമ്മളെ കൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല. ഇനി അവസാനമായിട്ടുള്ളത് ഇത് മാത്രമല്ലേ, വിറ്റേക്ക്. ശ്രുതി മോതിരം ഒന്ന് കറക്കി ഊരാൻ ശ്രമിച്ചു. വേണ്ട മോളെ, നിന്റെ ശരീരത്തിൽ ആകെപ്പാടെ പൊന്നെന്ന് പറയാൻ ഇനി അതുമാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തില്ലേ? അത് സാരമില്ലമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിൽക്കേണ്ടി വരും. ഒക്കെ അച്ഛൻ തന്നെ വാങ്ങിത്തന്നല്ലേ അമ്മേ. അച്ഛന് വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടിയാ അതൊക്കെ ഉപയോഗിക്കുക? നമുക്കെങ്കിലും ഇങ്ങനെയൊരു ഗതി വന്നല്ലോ മോളെ. അജിതയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ വിഷമിക്കാതെ, ഇങ്ങനെയൊരു ഗതി ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗവും ഈശ്വരൻ തന്നെ കാണും. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് ഓർക്കുക. ഇതുകൊണ്ടൊന്നും ശരിയാവില്ല. വേറെ എന്ത് ജോലി കിട്ടാനാ മോളെ? കിട്ടും, ബില്ലിംഗ് സെക്ഷനൊക്കെ കിട്ടും. ഞാൻ ടാലി കുറച്ച് പഠിച്ചതല്ലേ. എല്ലായിടത്തും നോക്കി, പക്ഷെ എല്ലാവർക്കും M.Com കഴിഞ്ഞവരെ മതി. B.Com-കാർക്കൊന്നും ഇപ്പോൾ ഒരു സ്കോപ്പും ഇല്ല. അതാ പ്രശ്നം. വല്ല തുണിക്കടയിലും സെയിൽസ് ഗേൾ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. അതാകുമ്പോൾ ഒരു 8,000 രൂപയെങ്കിലും മാസം കിട്ടും. ഈ 6,000 രൂപ നമുക്കൊന്നും ആവില്ല. അതുകൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാമെന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം തോന്നരുത്. ശ്രുതി പറഞ്ഞു. എന്താ മോളെ? കുഞ്ഞൂട്ടൻ ഇപ്പോൾ പഠിക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലല്ലേ? ഇനി 2 മാസം കൂടെ ഉള്ളൂ. അടുത്ത വർഷം ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയാലോ? നന്നായി പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കുമെന്നല്ലേ പറയണേ? ഞാൻ ഇക്കാര്യം നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. മുത്തശ്ശിക്കും ഗുളിക തീർന്നിരിക്കുകയാണ്. വഴിയുണ്ടാക്കാം. ഇതുകൊണ്ട് വിറ്റിട്ട് എന്തൊക്കെ അത്യാവശ്യമുള്ളത് അത് ചെയ്യുക. ഞാൻ പത്രത്തിലൊന്ന് നോക്കട്ടെ. 14ാമത്തെ അപേക്ഷയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. നമുക്ക് പറ്റാത്ത കണ്ടീഷനുകളാണ് ഓരോ കമ്പനിയും പറയുന്നത്. കയ്യിൽ കിടന്ന മോതിരമൂരി അജിതയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു ശ്രുതി. മുറിയിലേക്ക് ചെന്ന് തൻ്റെ സർട്ടിഫിക്കറ്റുകൾ നോക്കി. ഇന്നോളം എല്ലാം നല്ല മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ളതാണ്. M.Com പോകണമെന്ന് തന്നെയായിരുന്നു അച്ഛൻ്റെയും ആഗ്രഹം. B.Com കഴിഞ്ഞ് അവധി സമയത്ത് ടാലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബസ് ഡ്രൈവറായ അച്ഛൻ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കാൽ മുറിക്കേണ്ട അവസ്ഥ വരുന്നതും കാര്യങ്ങൾ മാറി മറിയുന്നതും. അതോടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് തിരശീല വീഴുകയായിരുന്നു. പല ജോലികളും തിരക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല. കിട്ടുന്നതെല്ലാം ഒന്നുകിൽ കേരളത്തിന് പുറത്തായിരിക്കും. അമ്മയും മുത്തശ്ശിയും അനിയനെയും തനിച്ചാക്കി പോകാനുള്ള സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതിനൊന്നും താല്പര്യപ്പെടാതെ നിൽക്കുന്നത്. മാത്രമല്ല, അതിന് ലഭിക്കുന്ന ശമ്പളം 15,000 രൂപയാണ്. താമസിക്കുന്ന സ്ഥലത്ത് ചെലവും കഴിച്ച് പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള കുടുംബശ്രീ അച്ചാർ ഫാക്ടറിയിലെ ജോലി തന്നെയാണ് ലാഭമെന്ന് അവൾക്ക് തോന്നി. ചെറിയ ഫാക്ടറി ആയതുകൊണ്ടും കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകൾ നടത്തുന്നതായതുകൊണ്ടും ആകെ കിട്ടുന്ന ശമ്പളം എന്നത് 6,000 രൂപയാണ്. അത് തന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ഞായറാഴ്ച ആയതുകൊണ്ട് ആ ആഴ്ചയിലെ പത്രങ്ങൾ മുഴുവൻ അരിച്ചു പറക്കി. ഓരോ കമ്പനികളിലേക്കും തൻ്റെ വ്യൂസും വച്ച് മെയിൽ അയക്കുകയായിരുന്നു അവൾ. ഡിസ്പ്ലേ പൊട്ടിയ ആ ഒരു ഫോണിലൂടെ പെട്ടെന്നാണ് ഒരു ഫോൺ വന്നത്. വീണ കോളിംഗ് എന്ന് കാണിച്ചു. ആരതിയുടെ അടുത്ത് കൂട്ടുകാരിയാണ് വീണ. പെട്ടെന്ന് അവൾ ഫോൺ എടുത്തു. ഹലോ ഡി, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കെന്ത് വിശേഷം? ഞാനിങ്ങനെ ഓരോ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നിനക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയോ? എങ്ങനെയുണ്ട് ക്ലാസ്? തുടങ്ങി. ഭയങ്കര പാടാ. നീ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നീ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഡിസ്റ്റൻസ് ആയിട്ട് M.Com എടുത്തൂടെ? വീണ ചോദിച്ചു. നീ ഒന്ന് വച്ചിട്ട് പോവണേ. ഡിസ്റ്റൻസ്? ഇവിടെ വീട്ടു ചെലവ് നടക്കുന്നില്ല, അപ്പോഴാണ് M.Com. നല്ലൊരു ജോലിയും കിട്ടുന്നില്ലടി. ഇപ്പം കിട്ടുന്നതാണെങ്കിൽ 6,000 രൂപ ശമ്പളം. അതുകൊണ്ട് എന്താവാനാ? സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയല്ലേ. നീ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് M.Com എടുക്കാൻ നോക്ക്. അതാവുമ്പോൾ നിനക്ക് നല്ല ജോലി കിട്ടും. ആ, കിട്ടട്ടെ. അതൊക്കെ കിട്ടും. അതുപോട്ടെ, നീ എന്താ പ്രത്യേകിച്ച് വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ നാളെ വരുന്നുണ്ട്. നിന്നെ കാണാൻ പറ്റുമോ അറിയാൻ വേണ്ടിയാണ്. നാളെ എന്തായാലും കാണാൻ പറ്റില്ല, തിരക്കാ മോളെ. മറ്റേനാൾ വൈകുന്നേരം കാണാം.
ഞാൻ നിന്റെ ചേച്ചിയെ കാണും, ഭയങ്കര കമ്പനിയാ, ഞങ്ങൾ ഒരുമിച്ചാ ബസ്സിൽ പോകുന്നേ പറഞ്ഞു ചേച്ചി. ചേച്ചിക്ക് ഭയങ്കര സങ്കടം നിന്നെപ്പറ്റി പറയുമ്പോൾ. നന്നായിട്ട് പഠിച്ചിട്ട് അച്ചാർ കമ്പനിയിൽ ജോലിക്ക് പോവാണെന്ന് ചേച്ചി പറയുന്നത്. അവിടെ ജോലിക്ക് പോകുന്നതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ കുറച്ചും കൂടി ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിന്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നിൽക്കുന്ന ടെക്സ്റ്റൈൽസിന് എന്തെങ്കിലും വേക്കൻസി വന്നാൽ പറയണമെന്ന്. അതാകുമ്പോൾ 8,000 രൂപ കിട്ടുമല്ലോ. വീണ്ടും കുറേ വിശേഷങ്ങൾ പങ്കുവച്ചാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത്. പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ബസ്സിനരികിലേക്ക് പോകുമ്പോഴാണ് അമ്മ അരികിൽ വന്ന് മോതിരം കയ്യിൽ തന്നത്. ഞാൻ ഇനി ഇതിനു വേണ്ടി ടൗണ് വരെ പോണ്ടേ? നിനക്കിത് പണയം വെച്ചിട്ട് കൊണ്ടുവന്നൂടെ? അത് വിറ്റാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പലിശ കൊടുക്കാൻ വയ്യ, അല്ലെങ്കിൽ പിന്നെ അത് ലേലത്തിൽ പോവുകയുള്ളൂ. അതിൽ നല്ലത് വിൽക്കുന്നതാ. പിന്നെ ഞാൻ ടൗണിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇന്ന് കുറേ നേരം താമസം കാണും. ഞാൻ വരുമ്പോഴേക്കും 6 അടുപ്പിച്ചാകും. അപ്പോഴേക്കും ജ്വല്ലറി ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മ ടൗണിൽ പോയിട്ട് വിറ്റാൽ മതി. അതും പറഞ്ഞ് അവൾ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി. അങ്ങനെ കിടക്കുകയാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ അച്ഛന് മനസ്സിലാവും. അരികിലിരുന്നൊരു ഉമ്മ കൊടുത്ത് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി. ആവുന്ന കാലത്ത് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തിയ മനുഷ്യനാണ്. ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാണ്. പക്ഷെ അത് ആരോടും പങ്കുവച്ചിരുന്നില്ല അവൾ. എല്ലാവരുടെയും മുൻപിൽ ചിരിയോടെ നടക്കുമ്പോഴും ഉള്ളിലൊരു കനലെരിയുന്നത് അവൾ മാത്രം അറിഞ്ഞു. ബസ് കയറാൻ ചെന്നപ്പോൾ തന്നെ കണ്ടു സീതയെ. പതിവ് ചിരിയോടെ സീതേച്ചി അവളെ വരവേറ്റു. വീണയുടെ ചേച്ചിയാണ് സീത. ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. നീ എന്നോട് അന്ന് ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ? എന്താ ചേച്ചി, വേക്കൻസി ആയോ അവിടെ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ഒരു വേക്കൻസിയുടെ കാര്യം തന്നെയാ, പക്ഷേ അവിടെയല്ല. പിന്നെ എവിടെയാ? ഇന്നലത്തെ പത്രത്തിൽ കണ്ടതാണ്. SRM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അക്കൗണ്ടൻസിനെ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഓഫറുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്ക്. നമ്മുടെ സിറ്റിയിലെ ഏറ്റവും നല്ല ഗ്രൂപ്പല്ലേ. അവിടെ എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല. അത്രയും വലിയൊരു കമ്പനിയിൽ വെറും ബികോംകാരിയായി എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല. ഒക്കെ ഒരു പ്രതീക്ഷയാണ് മോളെ. ഒന്ന് കൊടുത്തു നോക്ക് നീ. ഏതായാലും ദിവസം ഒരു 10-12 കമ്പനികളിലേക്കെങ്കിലും നീ ഇതൊക്കെ അയക്കാറുണ്ടല്ലോ. ഇന്നലെ ഞാൻ ഈ പരസ്യം കണ്ടില്ലല്ലോ. ഇന്നലത്തെ പത്രം തന്നില്ല അവര്. അതുവരെ ഉള്ളത് മാത്രമേ തന്നുള്ളൂ. നീ മെയിൽ അയക്കാനൊന്നും നിൽക്കണ്ട. നാളെയോ മറ്റോ കുറച്ച് സമയം ലീവ് എടുത്തിട്ട് നിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നേരിട്ട് അങ്ങോട്ട് ചെല്ല്. 20,000 രൂപയാണ് ശമ്പളം. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും ഈ ജോലി കിട്ടിയ. എൻ്റെ ദൈവമേ, 20,000 രൂപയൊന്നും കിട്ടണ്ട. ഒരു 10,000 രൂപ കിട്ടിയാൽ മതി. നീ ഏതായാലും ഒന്ന് അയച്ചു കൊടുക്ക്. താങ്ക്സ് ചേച്ചി. ഒരു പുഞ്ചിരിയോടെ അവൾ ആ കടലാസ് വാങ്ങി. അന്ന് വൈകുന്നേരം തന്നെ അവിടേക്കൊരു മെയിൽ അയക്കുവാൻ മറന്നിരുന്നില്ല അവൾ. 2-3 ദിവസങ്ങൾ ഒരു മാറ്റവുമില്ലാതെ കടന്നു പോയിരുന്നു. ഇതിനിടയിൽ പലവട്ടം മെയിൽ വന്നൊന്ന് ഡിസ്പ്ലേ പൊട്ടിപ്പോയ മൊബൈലിൽ നിന്നും സൂം ചെയ്ത് നോക്കിയെങ്കിലും ഒരു വിധത്തിലുള്ള മറുപടികളും വരാതായപ്പോൾ അവൾക്ക് നിരാശയായി. അവസാനം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പേപ്പറിൽ കമ്പനിയുടെ നമ്പർ കിട്ടി. ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു അവൾ. ഹലോ, SRV കമ്പനീസ്. ഹലോ, ഞാൻ ശ്രുതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെയിൽ അയച്ചിരുന്നു. ഒരു ജോലി വേക്കൻസി കണ്ടിരുന്നു. പക്ഷെ മെയിൽ ഇതുവരെ റിപ്ലൈ വന്നില്ല. അതാണ് നേരിട്ട് വിളിച്ചത്. അവൾ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു. ഏത് പോസ്റ്റിലേക്കായിരുന്നു മെയിൽ അയച്ചിരുന്നത്? അപ്പുറത്ത് നിന്നൊരു സ്ത്രീ തിരക്കി. അക്കൗണ്ടിംഗ് പോസ്റ്റിലേക്കായിരുന്നു. ഞാൻ ബികോം കഴിഞ്ഞതാ. പിന്നെ കുറച്ച് ടാലി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബികോം കഴിഞ്ഞവരെയൊന്നും അങ്ങനെ എടുക്കുന്നില്ല. മിനിമം MBA കഴിഞ്ഞവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. ഇപ്പം തന്നെ വേക്കൻസി ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ റിപ്ലൈ ചെയ്യാതിരുന്നത്. ഏതായാലും ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ നേരത്തെ തന്നെ മെയിൽ അയച്ചോളൂ. നിരാശയോടെ അവൾ ഫോൺ വെച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. സീതയെ ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന നിരാശഭാവം കണ്ടുകൊണ്ടായിരുന്നു സീത കാരണം ചോദിച്ചത്. ചേച്ചി പറഞ്ഞ കമ്പനിയിൽ ഞാൻ വിളിച്ചു. എന്തൊരു അഹങ്കാരാണെന്നോ അവർക്ക്. അവിടെ MBAക്കാരെ മാത്രമേ എടുക്കൂ എന്ന്. നിന്നോട് ഞാനവിടെ നേരിട്ട് പോകാനല്ലേ പറഞ്ഞത്? അവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ വേണ്ട. അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. ഞാൻ നിന്നോട് നേരിട്ട് ചെല്ലാനല്ലേ പറഞ്ഞത്? അതൊരു വലിയ ബിൽഡിംഗ് അല്ലേ. അവിടെയൊന്നും നമ്മളെപ്പോലുള്ള ലോക്കൽസിനെ കയറ്റി പോലും വിടില്ല. നീ ഒന്ന് പോയി നോക്കടി. എന്താണെന്ന് അറിയാലോ. അടുത്തൊരു ദിവസം ലീവ് എടുത്തൊന്ന് പോയി നോക്ക്. ഒരു ദിവസം ലീവ് എടുത്താൽ 250 രൂപ പോവും. പിന്നെന്ത് ചെയ്യും? നിരാശയോടെ അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ നീ 250 രൂപയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ലീവ് എടുക്കണ്ട. ഒന്ന് ലീവ് എടുത്ത് നോക്കാലോ. എടുക്കടി. പോയാലൊരു 250 രൂപ, കിട്ടിയാലൊരു 15,000 രൂപയുടെ ജോലിയാ. 15,000 രൂപയാണോ 250 രൂപയാണോ വലുത്?
രണ്ടു തുകയും എനിക്ക് വലുതാണ് ചേച്ചി. അതാണ് പ്രശ്നം. എൻ്റെ മോളെ, ഒന്നഴുകിയാലേ ഒന്നിന് വളമാകൂ. നീ ഒരു 250 രൂപ നഷ്ടപ്പെടുത്തിയാ ചിലപ്പം നിനക്ക് 10,000 രൂപയുടെ ജോലി കിട്ടും. വെറുതെ നമ്മൾ കയ്യും കഴുകിയിരുന്ന തളികയിൽ ജോലി ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുതരില്ല. അതിനു വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടണം. എങ്കിൽ പിന്നെ പോയി നോക്കാല്ലേ? എങ്കിൽ പിന്നെ വച്ച് താമസിപ്പിക്കേണ്ട, നാളെ തന്നെ പൊയ്ക്കോ. നാളെ പോവാൻ പറ്റില്ല. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആകെയുള്ളൊരു നല്ല ചുരിദാർ കഴുകിയിട്ടിരിക്കുന്നു. അത് ഉണങ്ങി കിട്ടണ്ടേ? അങ്ങനെയുള്ളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ കുറച്ചെങ്കിലും നന്നായിട്ട് പോകണ്ടേ? അതെന്തായാലും വേണം. ഒരു നല്ല ചുരിദാർ ഇട്ട് പോകണം. അവിടെ ഡ്രസ് കോഡ് നോക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ജോലി കിട്ടാതായേക്കാം. ഇത് നീ കുടുംബശ്രീ യൂണിറ്റ് ജോലി ചെയ്യാൻ പോകുന്ന പോലെ അല്ല. അതൊക്കെയാണ് പ്രശ്നം ചേച്ചി. വലിയൊരു കമ്പനിയിലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചേച്ചി. പുതിയ ഡ്രസ്സ് മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല. ആകെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തീർന്നു. ഇനിയിപ്പോൾ കഷ്ടിച്ച് വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി പൈസയേ ഉള്ളൂ. നിരാശയോട് അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 650 രൂപ. അത് ഞാൻ നിനക്ക് തരാം. നീ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി. എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. ഞാൻ ചിട്ടിക്കട വെച്ചിരിക്കുന്ന പൈസയാണത്. അയ്യോ, അത് വേണ്ടേ ചേച്ചി? ചേച്ചിക്ക് ചിട്ടി അടയ്ക്കാൻ വേണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം. നിന്റെ അത്രയും പ്രാരാബ്ദം എനിക്കില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. എൻ്റെ ശമ്പളം കൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് തന്നെ ഒരു നല്ല ചുരിദാർ എടുക്കാം. 650 രൂപയ്ക്കൊന്നും അത്ര നല്ല ചുരിദാർ കിട്ടില്ല. എങ്കിലും നോക്കാം. വൈകുന്നേരം ശ്രുതി കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. ചെറിയൊരു കടയിൽ കയറി അത്യാവശ്യം നല്ലതെന്ന് തോന്നിയൊരു ചുരിദാർ തന്നെ എടുത്തു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മുൻപ് പോകണം. സീത പറഞ്ഞു. 10 ഓഫീസ് ടൈം. അതെ, അതിനു മുമ്പ് പോകണം. ആ സമയമാകുമ്പോൾ അവരൊക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം. ശരി ചേച്ചി. പിറ്റേന്ന് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് നല്ലൊരു യുദ്ധം തന്നെ ചെയ്തിരുന്നു ശ്രുതി. അതിനുശേഷം അമ്മയോട് നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അവൾ സർട്ടിഫിക്കറ്റുകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്പലത്തിന് മുൻപിൽ ചെന്ന് ആത്മാർത്ഥമായി തന്നെ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിച്ചു. എൻ്റെ കൃഷ്ണ, അവസാനത്തെ ശ്രമമാണ്. ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. ഈ ജോലി കിട്ടിയ എൻ്റെ പകുതിയിലധികം പ്രശ്നങ്ങളും മാറും. എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ കൃഷ്ണ. അത് ശരിയായ ഞാനൊരു ചുറ്റുവിളക്ക് തന്നെ നേരും. ആദ്യത്തെ ശമ്പളത്തിന് തന്നെ ഈ അമ്പലം മുഴുവൻ ഞാൻ വർണ്ണാഭമാക്കും ഭഗവാനെ. അത്രയും പ്രാർത്ഥിച്ചാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിയത്. ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ബസ് ഇറങ്ങി കമ്പനിയുടെ അരികിൽ വരെ നടന്നു തന്നെയാണ് അവൾ പോയത്. അവിടെ എത്തിയപ്പോഴേക്കും അവൾ ആകെ വിയർത്തു തുടങ്ങിയിരുന്നു. ദുപ്പട്ട വെച്ച് മുഖം നന്നായി തുടച്ചു. അടുത്ത് കിടന്ന കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കി. സീറ്റിലെ കണ്ണാടിയിൽ തന്നെ നോക്കി പെട്ടെന്നൊന്ന് ശരിയാക്കി. അഴിഞ്ഞുലഞ്ഞു കിടന്ന മുടിയൊന്ന് ഒതുക്കി വെക്കുകയും ഒക്കെ ചെയ്തു. മൊത്തത്തിൽ കുഴപ്പമില്ലെന്ന് അവൾ തന്നെ ഒരു അവലോകനം നടത്തി. ആ നിമിഷമാണ് പെട്ടെന്ന് കാറ് തുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു 35 വയസ്സിലധികം പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ. അവളെ ഒന്ന് അടിമുടി നോക്കി. ഒരു നിമിഷം അവളൊന്ന് അമ്പരന്ന് പോയിരുന്നു. വിളറി വെളുത്തു പോയവൾ ഒന്ന് മുഖം കുനിച്ചു. അതെ, ഇത് ബ്യൂട്ടി പാർലർ അല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെ ചെന്നാൽ മതി. അയാളുടെ സംസാരത്തിൽ താൻ തീരെ കൊച്ചായി പോയതുപോലെ അവൾക്ക് തോന്നി. അതെ സാർ, അകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ സ്വന്തമായ ഒരു കാർ ഉള്ളത് കൊണ്ടല്ലേ ഇത്ര അഹങ്കാരത്തോട് സാറ് പറയുന്നത്? ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ഞാനൊരു ഇൻ്റർവ്യൂവിന് വന്നതാണ് സാറേ. അതുകൊണ്ട് മുടി ഉഴപ്പിയപ്പോൾ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാറിൻ്റെ രഥത്തിൽ നോക്കിയതല്ല. ക്ഷമിച്ചു കള സാറേ, പാവങ്ങൾ ജീവിച്ചു പോട്ടെ. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൾ അകത്തേക്ക് നടന്നിരുന്നു. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി അല്ലേ? നാളെ തരാട്ടോ നമ്മുടെ തെമ്മാടിയുടെ മാലാഖയുടെ ക്ലൈമാക്സ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.